ഹായ് ഫ്രണ്ട്സ്, ടേസ്റ്റി ഫുഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന റെസിപ്പി ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ചേമ്പ് കറിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ആദ്യമേ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പ് ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ച് അതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം പാനിലോട്ട് ഓയിൽ ചേർത്ത് കൊടുത്ത് ഓയിൽ ചൂടായതിന് ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സവോള, 2 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 4-5 വെളുത്തുള്ളി, കറിവേപ്പില ഇവ ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് നന്നായി പച്ചക്കുത്ത് മാറുന്നത് വരെ ഇളക്കിയെടുക്കാം. 1/2 ടീസ്പൂൺ ഉലുവപ്പൊടിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും ചേർത്ത് 1/2 ഗ്ലാസ് വെള്ളവും ചേർത്ത് തക്കാളി കുക്ക് ചെയ്തെടുക്കാം. കുക്കായ തക്കാളി നമുക്ക് നന്നായി ഉടച്ചു കൊടുക്കാം. ഇതിലോട്ട് 1/2 കപ്പ് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം തന്നെ 1 കപ്പ് വെള്ളവും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് എടുക്കാം. ഇതിലോട്ട് പകുതി വേവിച്ച് വെച്ചിരിക്കുന്ന ചേമ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് നന്നായി കുക്ക് ചെയ്തെടുക്കാം. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇനി ആവശ്യമുണ്ടെങ്കിൽ ചേമ്പ് ഉടച്ചു കൊടുക്കാവുന്നതാണ്. ഇനി കറിയിലോട്ട് കടുക് വറുത്ത് ചേർക്കാവുന്നതാണ്. ഇതോടുകൂടി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് കൊറിയാണ്ടർ ലീവ്സും ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് ഓപ്ഷണലാണ്. അവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.